വരാൻ വേണ്ടി പോകുന്നത് വാർ ഗെയിംസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഈ ലെവലിൽ വാറാണെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഈ യുദ്ധത്തിലെ വില്ലന്മാരുടെ ടീമിനെ നയിക്കുന്നത് ബ്രോക്ക് ലെസ്നറും നടന്മാരുടെ ടീമിനെ നയിക്കുന്നത് റോമൻ റെയിൻസുമാണ്. WWE ഒരിക്കലും നടക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത കാര്യം തന്നെയായിരുന്നു ഈ കഴിഞ്ഞ റോ എപ്പിസോഡിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഈ വർഷം നടന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് റോ എപ്പിസോഡായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്നത്. ഏകദേശം 20 വർഷക്കാലത്തിന് മുകളിലായി ബ്രോക്ക് ലെസ്നർ ഒരാളുടെ കൂടെ ടീമായിട്ട് മത്സരിച്ചിട്ട്, എന്നാൽ സർവൈവർ സീരീസ് 2025 ബ്രോക്ക് ലെസ്നർ അതാ മത്സരിക്കാൻ വേണ്ടി പോവുകയാണ്, അതും വാർ ഗെയിംസിൽ. അദ്ദേഹത്തിന്റെ ഏറ്റവും ആദ്യത്തെ വാർ ഗെയിംസ് മത്സരമാണ് മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യമായി ഡ്രൂ മെക്കിൻഡറിന്റെ കൂടെ ടീമാകാൻ വേണ്ടി പോവുകയാണ്, വിഷൻ ഗ്രൂപ്പിന്റെ ലീഡർ ആവാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളാണ് സർവൈവർ സീരീസിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു റോ എപ്പിസോഡിൽ നടന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയണ്ടേ? ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. വെൽക്കം ടു റെസ്ലിംഗ് മലയാളം. ഇതുവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ലൈക്ക് ചെയ്തേക്കണേ. ഈ കഴിഞ്ഞ റോ എപ്പിസോഡിൽ നടന്ന കാര്യങ്ങൾ പറയുന്നതിന് മുൻപേ തന്നെ ഈ ഒരു സ്റ്റോറി എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് നിങ്ങൾക്കറിയണ്ടേ? സർവൈവർ സീരീസ് വാർ ഗെയിംസിലേക്ക് വേണ്ടിയിട്ട് ഈ രണ്ട് ടീമുകളും എങ്ങനെ ഫോം ചെയ്തു എന്നുള്ളത് അറിയണ്ടേ? ആ കാര്യങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞുതരാം. ഈ കഥയുടെ എല്ലാം തന്നെ തുടക്കം ഏറ്റവും അവസാനം നടന്നിട്ടുണ്ടായിരുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ വ്യൂ ആയിരുന്നു. അതിൽ ജെ ഉസോ വേഴ്സസ് CM Punk തമ്മിലുള്ള WWE വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു മാച്ച് നടന്നു. ആ ഒരു മാച്ചിൽ ഏറ്റവും അവസാനം വിജയമുണ്ടായിരുന്നത് CM Punkന് തന്നെയായിരുന്നു. സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് കഴിഞ്ഞതിനു ശേഷമുള്ള റോ എപ്പിസോഡിൽ പങ്ക് വന്നുകൊണ്ട് ഫാൻസിന് എല്ലാവരോടും നന്ദി പറയുകയുണ്ടായി. അടുത്തതായിട്ട് ആരായിരിക്കും എന്നുള്ള അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ലോഗൻ പോൾ ആയിരുന്നു. ലോഗൻ പോൾ വന്നുകൊണ്ട് തനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി വേണം, തനിക്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പ് വേണം എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ CM Punkന് ഈ ഒരു കാര്യം തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പങ്കിന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. പക്ഷെ പങ്ക് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് മുൻപേ തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് പോൾ ഹെയ്മാനും വിഷൻ ടീമുമായിരുന്നു. പോൾ ഹെയ്മാൻ വന്നുകൊണ്ട് ബ്രോൺസൺ റീഡിനെയും ബ്രോൺ ബ്രേക്കറെയും അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. റിംഗിൽ നിൽക്കുന്ന പങ്കിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇവർ വന്നിട്ടുണ്ടായിരുന്നത്. ലോഗൻ പോൾ അപ്പോൾ തന്നെ റിംഗിൽ നിന്നും ഇറങ്ങി, ഞാൻ ഈ കാര്യങ്ങളിലൊന്നും തന്നെ ഇടപെടുന്നില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്നുള്ള രീതിയിൽ ഇറങ്ങിപ്പോകാൻ നോക്കുകയുണ്ടായി. എന്നാൽ ബ്രോൺ ബ്രേക്കർ ലോഗൻ പോളിനെ വിട്ടില്ല. ബ്രോൺ ബ്രേക്കർ ഒരൊറ്റ തള്ളുകയുണ്ടായി ലോഗൻ പോളിനെ ആ ഒരു സ്റ്റേജിന്റെ മുകളിലേക്ക്. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി പങ്കിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റിംഗിലേക്ക് കയറി. രണ്ടുപേരും പങ്കിനെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തു. പക്ഷെ അപ്പോഴാണ് ലോഗൻ പോൾ ഒരു ഹീറോ ആയി മാറി CM Punk സേവ് ചെയ്യാൻ വേണ്ടി, രക്ഷിക്കാൻ വേണ്ടി റിംഗിലേക്ക് എത്തിയത്. പക്ഷെ എന്നിട്ടും രക്ഷയില്ല. ലോഗൻ പോളിനിട്ട് ബ്രോൺസൺ റീഡിന്റെ വക ഒരു സുനാമി ആയിരുന്നു കിട്ടിയത്. പക്ഷെ അപ്പോഴേക്കും CM Punk ഒരു ചെയർ എടുത്തുകൊണ്ട് വന്ന് രണ്ടുപേരെയും അടിക്കാൻ ഒരുങ്ങി. രണ്ടുപേർക്കിട്ടും നല്ല രീതിയിൽ അടി കിട്ടുകയുണ്ടായി. അങ്ങനെ ആ ഒരു റോ എപ്പിസോഡിന്റെ മെയിൻ ഇവന്റ് ആയിട്ട് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നത് വിഷൻ ടീമിനെതിരെ CM Punkും ജെ ഉസോയും കൂടിയുള്ള ഒരു ടാഗ് ടീം മാച്ച് ആയിരുന്നു. ആ ഒരു മാച്ച് ഒരു നോ കോൺടെസ്റ്റ് ആയിട്ട് അവസാനിക്കുകയായിരുന്നു. വിഷൻ ടീം CM Punkനെയും ജെ ഉസോയെയും നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുകയുണ്ടായി. ജെ ഉസോക്കിട്ട് ഒരു സുനാമി കൊടുത്തു. CM Punk ചെയറായിട്ട് വന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കി. അപ്പോഴേക്കും വിഷൻ ടീം എല്ലാവരും തന്നെ പുറത്തേക്ക് ഇറങ്ങുകയുണ്ടായി. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയത് വെറുതെ ആയിരുന്നില്ല. വിഷൻ ടീം ഒരു ചെയർ എടുത്തുകൊണ്ട് വന്ന് റിംഗിലേക്ക് കയറുകയുണ്ടായി. അപ്പോൾ തന്നെ പങ്കിനെ രക്ഷിക്കാൻ വേണ്ടി ലോഗൻ പോൾ റിംഗിലേക്ക് എത്തി. ലോഗൻ പോളിന്റെ കയ്യിൽ ആ ഒരു ബ്രാസ് നക്കിൾ ഉണ്ടായിരുന്നു. ഇത്രയും കാലം വില്ലനായി നിന്നുകൊണ്ട് എല്ലാവരെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി, എല്ലാവരെയും ചതിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ബ്രാസ് നക്കിൾസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തവണ വില്ലന്മാർക്കെതിരെയാണ് ബ്രാസ് നക്കിൾസ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ലോഗൻ പോൾ അവിടെയും ചതിച്ചിരിക്കുന്നു. CM Punkന്റെ മോന്തക്കിട്ടായിരുന്നു ഒരു പഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് തന്റെ കയ്യിലുള്ള ആ ഒരു ബ്രാസ് നക്കിൾസ് എടുത്തുകൊണ്ട് പോൾ ഹെയ്മാനെ കൈമാറ്റം ചെയ്യുകയുണ്ടായി. അതോടുകൂടി ആ ഒരു റോ എപ്പിസോഡ് അവിടെ അവസാനിച്ചു. പിന്നീട് ആ ആഴ്ച നടന്നിട്ടുണ്ടായിരുന്ന സ്മാക്ക് ഡൗണിന്റെ കാര്യങ്ങൾ പറയണം. സ്മാക്ക് ഡൗണിന്റെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പേ വീണ്ടും നമുക്കൊന്നു സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. കോഡി റോഡ്സ് വേഴ്സസ് ഡ്രൂ മെക്കിൻഡർ തമ്മിലുള്ള WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം റഫറിയെ അടിച്ച് ബോധരഹിതനായിട്ട് ഇട്ട സമയത്ത് മെക്കിൻഡർ ചാമ്പ്യൻഷിപ്പും കൊണ്ട് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നു. എന്നാൽ കോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ചാമ്പ്യൻഷിപ്പിന്റെ മുകളിലേക്ക് മെക്കിൻഡറിനെ DDT ചെയ്യുകയായിരുന്നു. എന്നിട്ട് ഏറ്റവും അവസാനം ഒരു ക്രോസ് റോഡ്സും കൂടി ചെയ്തുകൊണ്ട് കോഡി റോഡ്സ് ആ ഒരു മാച്ചിൽ വിജയിക്കുകയുണ്ടായി. എന്നിട്ടായിരുന്നു സ്മാക്ക് ഡൗൺ എപ്പിസോഡിലേക്ക് കോഡി എത്തിയിട്ടുണ്ടായിരുന്നത്. സ്മാക്ക് ഡൗണിൽ എത്തിയ കോഡി ആദ്യം തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് തന്റെ അടുത്ത ഓപ്പോണന്റ് ആരായിരിക്കും എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. ആരായിരിക്കും ഓപ്പോണന്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് താനും കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഫാൻസിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അലിസ്റ്റർ ബ്ലാക്ക് അവിടേക്ക് വരികയുണ്ടായി. അലിസ്റ്റർ ബ്ലാക്ക് മാത്രമായിരുന്നില്ല, സെലീന വെഗയും കൂടി കൂടെ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടി റിംഗിലേക്ക് വന്നുകൊണ്ട് കോഡിയെ ചലഞ്ച് ചെയ്യുകയാണ് എന്നുള്ള രീതിയിലെല്ലാം തന്നെ സംസാരിക്കുകയുണ്ടായി. കോഡി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുമ്പോഴേക്കും സെലീന വെഗ കോഡിയുടെ മോന്തക്കിട്ടൊരു ഒന്നൊന്നര അടിയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. കോഡിയുടെ എല്ലാ കൺട്രോളും പോയി. അങ്ങനെ നിക്ക് ആൽഡിസ് വന്നുകൊണ്ട് അലിസ്റ്റർ ബ്ലാക്ക് വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള മാച്ച് ആ ഒരു സ്മാക്ക് ഡൗൺ എപ്പിസോഡിന്റെ മെയിൻ ഇവന്റ് ആയിട്ട് കൺഫേം ചെയ്യുകയുണ്ടായി. അങ്ങനെ ഇവരുടെ മാച്ചിന്റെ ഏറ്റവും അവസാനം രണ്ടുപേരും റിംഗിൽ കിടക്കുകയായിരുന്നു. റഫറി കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ ആരും തന്നെ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് റഫറി കിട്ടാത്ത കിടക്കുന്നു ക്ലേമോർ. ഡ്രൂ മെക്കിൻഡർ വന്നുകൊണ്ട് റഫറി കിട്ടി ക്ലേമോർക്ക് കൊടുക്കുകയുണ്ടായി. കോഡി റോഡ്സ് മെക്കിൻഡറിനെ അറ്റാക്ക് ചെയ്യാൻ
വേണ്ടി ശ്രമിച്ചെങ്കിലും അലിസ്റ്റർ ബ്ലാക്കും ഡ്രൂ മെക്കിൻഡയറും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് കോഡിയെ അടിച്ചൊരു പരുവമാക്കി. അപ്പോഴേക്കും ഡാമിയൻ പ്രീസ്റ്റ് വന്നു. അലിസ്റ്റർ ബ്ലാക്കിന്റെ തൊട്ടു മുൻപേ ഉണ്ടായിരുന്ന എതിരാളിയായിരുന്നു ഡാമിയൻ പ്രീസ്റ്റ്. അതുകൊണ്ട് ഡാമിയൻ പ്രീസ്റ്റ് വന്നുകൊണ്ട് കോഡിയെ രക്ഷിക്കുകയുണ്ടായി. ഏറ്റവും അവസാനം കോഡി റോഡ്സ് ഡ്രൂ മെക്കിൻഡയറെ ഒരു കോഡി കട്ടർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്തു. അപ്പോൾ തന്നെ നിക്ക് ആൽഡിസ് വന്നുകൊണ്ട് റഫറിയെ അറ്റാക്ക് ചെയ്തതിനെ തുടർന്ന് ഡ്രൂ മെക്കിൻഡയറെ WWE നിന്നും സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. അതോടുകൂടി ആ ഒരു സ്മാക്ക് ഡൗൺ എപ്പിസോഡും അവിടെ അവസാനിക്കുകയുണ്ടായി. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിൽ CM പങ്ക് കടന്നു വന്നു. എന്നിട്ട് ലോഗൻ പോളിനെ വെല്ലുവിളിക്കുകയുണ്ടായി. ധൈര്യമുണ്ടെങ്കിൽ മുൻപിലേക്ക് വാടാ എന്ന് പറഞ്ഞു. ലോഗൻ പോൾ എൻട്രൻസ് ഏരിയയുടെ ആ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് CM പങ്കിനോട് സംസാരിക്കുകയായിരുന്നു. ലോഗൻ പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തനിക്ക് സുനാമി കിട്ടിയതിന് ശേഷം താൻ പുതിയ വിഷൻ ഓപ്പൺ ചെയ്തു എന്നുള്ളതാണ്. അതായത് വിഷൻ ടീമിലേക്ക് താൻ ജോയിൻ ചെയ്തു എന്നുള്ളത് ലോഗൻ പോൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുകയുണ്ടായി. അപ്പോഴേക്കും വിഷൻ ടീമും ഹെയ്മാനും അവിടേക്ക് കടന്നു വന്നു. ഹെയ്മാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പങ്കെ നിനക്ക് ഒരു ഫ്രണ്ടുമില്ല എന്നുള്ളത് എനിക്കറിയാം. നീ നിന്റെ എല്ലാ ഫ്രണ്ടിനെയും ചതിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇത് പറയുന്നത് മറ്റാരുമല്ല, നിന്റെ പഴയ ഫ്രണ്ടായിട്ടുള്ള ഈ ഞാൻ തന്നെയാണ് പോൾ ഹെയ്മാൻ എന്നുള്ളതും ഹെയ്മാൻ പറഞ്ഞു. അവരുടെ സംസാരത്തിൽ AJ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നതും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ പങ്ക് പറഞ്ഞു, ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ, നിങ്ങൾ എല്ലാവരും വാ, ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് നേരിടുമെന്ന്. പങ്ക് ചാമ്പ്യൻഷിപ്പ് ബെൽറ്റുമായിട്ടായിരുന്നു റിംഗിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ലോഗൻ പോളും ബ്രോൺസൺ റീഡും ബ്രോൺ ബ്രേക്കറും ഒരുമിച്ച് പങ്കിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റിംഗിലേക്ക് എത്തി. അപ്പോഴേക്കും പങ്കിന്റെ ടീമിലേക്ക് ജേവ്സോ കയറി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ജേവ്സോ മാത്രമായിരുന്നില്ല, വിഷൻ ടീം അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതിന് തൊട്ടു മുൻപേ കോഡി റോഡ്സ് വന്നുകൊണ്ട് കോഡിയെ CM പങ്കിനെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഇവർ 6 പേരും കൂടിയുള്ള ഒരു ഫൈറ്റിംഗ് തന്നെയായിരുന്നു നമ്മൾ അവിടെ കണ്ടത്. കോഡി റോഡ്സ് അപ്പോഴേക്കും ഒരു ചെയർ എടുത്തുകൊണ്ട് വന്ന് നന്നായിട്ട് അടിക്കുകയുണ്ടായി. ഏറ്റവും അവസാനം ബ്രോൺസൺ റീഡിനെ ജേവ്സോ ഒരു സൂപ്പർ കിക്ക് ചെയ്തു. CM പങ്കിന്റെ വക ഒരു ചെയർ ഷോട്ടും കൊടുക്കുകയുണ്ടായി. അതോടുകൂടി ആ ഒരു റോ എപ്പിസോഡും അവിടെ അവസാനിച്ചു. ഇപ്പോൾ 2 ടീമിലും 3 പേര് വെച്ചിട്ടായിട്ടുണ്ട്. ഇനിയും ഓരോ ടീമിലും 2 പേര് വീതം വേണം. അപ്പോൾ അടുത്ത സ്മാക്ക് ഡൗൺ നടക്കുകയുണ്ടായി. ബാക്ക് സ്റ്റേജ് ആയിരുന്നു ആദ്യം തന്നെ കാണിച്ചത്. പോൾ ഹെയ്മാൻ ബാക്ക് സ്റ്റേജിൽ നിക്ക് ആൽഡിസിന്റെ അടുത്ത് ചെന്നുകൊണ്ട് വാർ ഗെയിംസിന്റെ കോൺട്രാക്ട് ആണ്, എഗ്രിമെന്റ് ആണ് എന്റെ കയ്യിൽ നിൽക്കുന്നത്. ഏത് ടാലന്റിന് വേണമെങ്കിലും WWE വർക്ക് ചെയ്യുന്ന ആരെ വേണമെങ്കിലും തനിക്ക് വാർ ഗെയിംസിലേക്ക് ഇൻവൈറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു കോൺട്രാക്റ്റിൽ ഉള്ളത് എന്ന് പോൾ ഹെയ്മാൻ പറഞ്ഞു. അപ്പോൾ നിക്ക് ആൽഡിസ്, എന്റെ ഷോയിൽ നിന്നും നിനക്ക് ആരെയും കിട്ടില്ല, നീ ഇപ്പോൾ തന്നെ ഈ ഷോയിൽ നിന്നും ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞു. കോഡി റോഡ്സും വന്നുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച നീ വന്ന് ഞങ്ങളെ അറ്റാക്ക് ചെയ്തതാണ്, ഞങ്ങളുടെ ബിസിനസ്സിൽ നീ ഇടപെട്ടതാണ്, അതുകൊണ്ടാണ് നിന്റെ ബിസിനസ്സിൽ ഞങ്ങൾ വന്ന് ഇടപെടുന്നത് എന്നുള്ളതും പോൾ ഹെയ്മാൻ കോഡിയോടായിട്ട് പറഞ്ഞു. അപ്പോൾ തന്നെ ബ്രോൺസൺ റീഡിന് കോഡി റോഡ്സിനോട് കുറച്ച് ദേഷ്യം തോന്നുകയുണ്ടായി. ബ്രോൺസൺ റീഡ് കോഡിയെ ചലഞ്ച് ചെയ്തു. പോൾ ഹെയ്മാൻ അതൊരു ടൈറ്റിൽ മാച്ച് ആക്കി മാറ്റുകയുണ്ടായി. അങ്ങനെ കോഡി റോഡ്സ് വേഴ്സസ് ബ്രോൺസൺ റീഡ് തമ്മിലുള്ള WWE ചാമ്പ്യൻഷിപ്പ് മാച്ച് ആയിരുന്നു ആ ഒരു സ്മാക്ക് ഡൗണിന്റെ മെയിൻ ഇവന്റ് ആയിട്ട് നടന്നത്. ആ ഒരു മാച്ചിൽ ഏറ്റവും അവസാനം ബ്രോൺ ബ്രേക്കറും ലോഗൻ പോളും വന്നുകൊണ്ട് കോഡിയെ അറ്റാക്ക് ചെയ്തു. മാച്ച് ഡിസ്ക്വാളിഫൈ ചെയ്യുകയുണ്ടായി. കോഡി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഈ അടി മുഴുവൻ വാങ്ങുകയുണ്ടായി. അപ്പോഴതാ ജേ ഉസോയും ജിമ്മി ഉസോയും കൂടി വന്നുകൊണ്ട് എല്ലാവരെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സഹായിച്ചു. ബ്രോൺ ബ്രേക്കറെയും ലോഗൻ പോളെയും അറ്റാക്ക് ചെയ്തൊരു പരുവമാക്കി. അവർ റിങ്ങിന്റെ താഴെ നിന്നും ഒരു ടേബിൾ എടുത്തുകൊണ്ട് വന്ന് ലോഗൻ പോളിനെ അതിന്റെ മുകളിൽ കിടത്തി ഒരു ഡബിൾ സ്പ്ലാഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ വന്നിരിക്കുന്നു അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഡ്രൂ മെക്കിൻഡയർ വന്നുകൊണ്ട് ഉസോസിനെ അടിച്ച് ശരിയാക്കി. അപ്പോൾ തന്നെ നിക്ക് ആൽഡിസ് വന്നുകൊണ്ട് ഡ്രൂ മെക്കിൻഡയറെ, നിന്നെ ഞാൻ സസ്പെൻഡ് ചെയ്തതല്ലേ, നിനക്കിവിടെ കയറാൻ അനുവാദമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പോൾ ഹെയ്മാൻ പറഞ്ഞു, എന്റെ എഗ്രിമെന്റിൽ WWE വർക്ക് ചെയ്യുന്ന ഏതൊരു ടാലന്റിനെ വേണമെങ്കിലും ഇവിടേക്ക് ഹയർ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഡ്രൂ മെക്കിൻഡയറെ തന്നെ എന്റെ ടീമിലേക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ജേ ഉസോയെ ടേബിളിന്റെ മുകളിലേക്ക് ബ്രോൺ ബ്രേക്കർ ഒരു സ്പിയർ ചെയ്തു. കോഡി റോഡ്സിനിട്ട് ഒരു ക്ലേമോർ കിട്ടി. ബ്രോൺസൺ റീഡ് കോഡിയെ കിട്ടി ഒരു സുനാമി ചെയ്യുകയുണ്ടായി. പോൾ ഹെയ്മാൻ ആ ഒരു എഗ്രിമെന്റ് എടുത്ത് ഡ്രൂ മെക്കിൻഡയറിന് കൊടുത്തു സൈൻ ചെയ്യാൻ വേണ്ടി, ഡ്രൂ മെക്കിൻഡയറെ വിഷൻ ടീമിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി വാർ ഗെയിംസിലേക്ക്. അങ്ങനെ ഏറ്റവും അവസാനം നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡ് എത്തി. ആ ഒരു റോയുടെ മെയിൻ ഇവന്റ് ആയിട്ട് നടക്കുക വാർ ഗെയിംസിലെ 2 ടീമുകളുടെയും ഫേസ് ഓഫ് ആയിരിക്കും എന്നുള്ളത് അനൗൺസ് ചെയ്തു. അങ്ങനെ വിഷൻ ടീമും ഡ്രൂ മെക്കിൻഡയറും കൂടി റിംഗിലേക്ക് എത്തിക്കൊണ്ട് സംസാരിക്കുകയുണ്ടായി. CM പങ്ക് ഇന്റർഫിയർ ചെയ്തു. ഉസോസ് 2 പേരും വരികയുണ്ടായി. കോഡി റോഡ്സ് വന്നു. അങ്ങനെ 4-4 ഇവരുടെ ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. വെറും ഫൈറ്റ് അല്ല, നല്ല രീതിയിലുള്ള ഇടിവെട്ട് ഫൈറ്റ് ആയിരുന്നു. റിംഗിൽ നിന്ന് കുറച്ച് പേർ ഫൈറ്റ് ചെയ്യുന്നു, അനൗൺസർ ടേബിളിന്റെ അവിടെ നിന്നും കുറച്ച് പേർ ഫൈറ്റ് ചെയ്യുന്നു, ബാരിക്കേഡിന്റെ അവിടെ നിന്നും കുറച്ച് പേർ ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ മുഴുവൻ ഫൈറ്റ്. റിംഗിൽ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലോഗൻ പോളും CM പങ്കുമായിരുന്നു. CM പങ്ക് ലോഗൻ പോളിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഗോ ടു സ്ലീപ്പ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതാ മറ്റൊരു മ്യൂസിക്, ബ്രോക്ക് ലെസ്നർ. ഫാൻസ് മുഴുവൻ അങ്കലാപ്പിലായി. ബ്രോക്ക് റിംഗിലേക്ക് വന്നുകൊണ്ട് CM പങ്കിനിട്ട ആ സൂപ്ലക്സ് 1 അല്ല 2 കോടി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നെങ്കിലും കോടി കിട്ടി. ജർമ്മൻ സൂപ്ലക്സ് 1 അല്ല 2 ഇങ്ങനെ കട്ടക്ക് നിൽക്കുന്ന ബ്രോക്ക് ലെസ്നറിനെ തോൽപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അടിക്കാൻ വേണ്ടിയിട്ട് ആര് വരുമെന്നുള്ള കൺഫ്യൂഷനിൽ നിന്നിട്ടുണ്ടായിരുന്ന സമയത്ത് അതാ വരുന്നു റോമൻ റെയിൻസ്. റോമൻ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സൂപ്പർമാൻ പഞ്ചായിരുന്നു ബ്രോക്കിനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രോക്ക് തെറിച്ച് മറിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു ആ ഒരു സൂപ്പർമാൻ പഞ്ച് കിട്ടിയതോടുകൂടി. അപ്പോഴേക്കും സെക്യൂരിറ്റികൾ എല്ലാവരും വന്ന് റോമനെയും ബ്രോക്കിനെയും പിടിച്ചു വെക്കുകയുണ്ടായി. ബ്രോൺസൺ റീഡ് പുറകിലൂടെ വന്നുകൊണ്ട് റോമൻ റെയിൻസിനെ അറ്റാക്ക് ചെയ്തു. റോമൻ ബ്രോൺസൺ റീഡിനെ ടേൺ ബക്കിളിന്റെ മുകളിൽ കയറി നിന്ന് സുനാമി ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു സൂപ്പർമാൻ പഞ്ച് ചെയ്യുകയുണ്ടായി. അപ്പോഴേക്കും ന്യൂയോർക്കിലെ പോലീസ് വരികയുണ്ടായി. പക്ഷെ അതൊന്നും
ഒന്നും തന്നെ വകവയ്ക്കാതെ പോലീസുകാരെയും ബ്രോൺസൺ റീഡിനെയും കൊണ്ട് പുറത്തുള്ള ബാരിക്കേഡിന്റെ മുകളിലേക്ക് ഒരു 1.5 സ്പിയർ ആയിരുന്നു റോമൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെയായിരുന്നു ഈ കഴിഞ്ഞ റോ എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. ബ്രോക്ക് ലെസ്നർ, ഡ്രൂ മെക്കിൻഡർ, ബ്രോൺസൺ റീഡ്, ബ്രോൺ ബ്രേക്കർ, ലോഗൻ പോൾ എന്നിവർ വില്ലന്മാരുടെ ടീമിലും റോമൻ റെയിൻസ്, കോഡി റോഡ്സ്, സിഎം പങ്ക്, ജേ ഉസോ, ജിമ്മി ഉസോ എന്നിവർ ഹീറോകളുടെ ടീമിലും. ഒരു രക്ഷയുമില്ലാത്ത 2 ടീമുകളാണ്. ഇവർ തമ്മിൽ വാർ ഗെയിംസിൽ മാറ്റുരച്ചാൽ ആരായിരിക്കും വിജയിക്കുക എന്നുള്ളത് പറയാൻ കഴിയില്ല. കാരണം വില്ലന്മാരുടെ ടീമിൽ ബ്രോക്ക് ലെസ്നർ ഉണ്ട്. ബ്രോക്കിനെ WWE അങ്ങനെയൊന്നും തോൽപ്പിക്കില്ല. പക്ഷേ ഹീറോകളുടെ ടീമിൽ കോഡി റോഡ്സ് ഉണ്ട്, സിഎം പങ്ക് ഉണ്ട്, റോമൻ റെയിൻസ് ഉണ്ട്. ഇവരെ 3 പേരെയും WWE തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കണം. അപ്പോൾ ആര് വിജയിക്കും? ഇതാണ് വാർ. ഇത് തന്നെയാണ് വാർ. വെറും വാറല്ല, നല്ല കിഡിലൻ ജിമിട്ടൻ വാർ. എന്തായിരിക്കും വാർ ഗെയിംസിന്റെ ഫൈനൽ എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ഒരു രക്ഷയും ഉണ്ടായിരിക്കില്ല. ഇവർ തമ്മിലുള്ള ഫൈറ്റ് കാണാൻ വേണ്ടി ഐ ആം എക്സൈറ്റഡ്. ഇനി 2 സ്മാക്ക് ഡൗൺ എപ്പിസോഡും 1 റോ എപ്പിസോഡും കഴിയാനുണ്ട് സർവൈവർ സീരീസിന് മുന്നോടിയായിട്ട്. അതിന് മുൻപേ തന്നെ WWE ഒരു രക്ഷയുമില്ലാത്ത സ്റ്റോറി ലൈൻ ബിൽഡ് ചെയ്യുമെന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുവരെ കിഡിലനാണ്, ഒരു രക്ഷയുമില്ല. ഇതേ ലെവലിൽ പോവുകയാണെങ്കിൽ സർവൈവർ സീരീസ് വിൽ ബി ദ നെക്സ്റ്റ് റസൽമേനിയ. സർവൈവർ സീരീസ് വാർ ഗെയിംസ് മാച്ചിൽ ആരായിരിക്കും വിജയിക്കാൻ വേണ്ടി പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത ആഴ്ച മറ്റേതെങ്കിലും വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ഗായ്സ്.